ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇതിപ്പോൾ എന്താ കാട്ടുകൂടിയൊക്കെ നടക്കണമെന്ന് വിചാരിച്ചേണ്ട ഇലയും തപ്പി ഇറങ്ങിയതാണ്. കുറച്ച് ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളും മദ്രസും എല്ലാം ഒഴിവായിക്കാണ്ട് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേനു. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കടി ഉണ്ടാക്കണ കൂട്ടത്തിലൊന്നും അല്ല. എന്നാലും ഇന്ന് കുറച്ച് കടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴയല്ലേ, അപ്പോൾ കുറച്ച് മയക്കൊലർച്ച ഉണ്ടായപ്പോൾ ഇലക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ. ഇത് വാഴൻ്റെ ഇലയിലും പൊടിയണ്ണിൻ്റെ ഇലയിലൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ. അപ്പോൾ വാഴൻ്റെ ഇല ഇവിടെ കിട്ടാനില്ല, അപ്പോൾ ഞാൻ പൊടിയണ്ണിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. കാട്ടുകൂടിയൊക്കെ നടന്നപ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പേടിയൊന്നും നോക്കിയില്ല, ഇല കിട്ടണമല്ലോ. അപ്പോൾ ഇലയിടക്ക് ഇല വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടായിരുന്നു ഇല എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. വന്നപ്പോഴത്തേക്ക് ഇതാ ചായ നന്നായിട്ട് തിളച്ചേക്കണ്. അപ്പോൾ അത് പൊടിയും പഞ്ചസാര ഇട്ട് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇലയുടെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇലയുടെ ഉണ്ടാക്കാനായിട്ട് അറിയാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തുണ്ടാക്കിയാലും അത് നിങ്ങളെ കാണിക്കലാണല്ലോ. അപ്പോൾ പിന്നെ ഇത് നിങ്ങളാണ് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ തേങ്ങ ചിരവി എടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ എല്ലാവരും പൊരിച്ചതും കരിച്ചതൊക്കെയാണല്ലോ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കുക അല്ലേ. ഇതിപ്പോൾ ഞാൻ എണ്ണക്കടി വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകാണ്ട് നല്ല തിളച്ച വെള്ളം പാർന്ന് എടുത്തുകാണ്ട് നമുക്കങ്ങോട്ട് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം, അല്ലാഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് അതിന് മാറ്റി വെച്ചുകാണ്ട് തേങ്ങയ്ക്ക് ഇതാ 2 ശർക്കര എടുത്തിട്ടുണ്ട്. എടുത്തപ്പോൾ 2 എണ്ണക്കാണ് വലിയ ഉപ്പിൽ എടുത്ത് വെച്ചാലും ആ ഒന്നെന്നെ മതിയേനും ഇട്ടോ ആ തേങ്ങയ്ക്ക്. ശർക്കര ഇട്ടതിക്ക് രസം പഞ്ചസാര ഇട്ട് ഉണ്ടാക്കണോലും ഉണ്ട്. ഞാൻ ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. ഞാനിത് ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ അപ്പുറപ്പുറമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് പോകാനും വെച്ച, ഒന്നും കളിക്കാനും പോകാൻ വെച്ച, ഒന്നിനും വെച്ചാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഓല് ഇന്ന ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഒരുങ്ങിയതും. മറ്റേത് സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഓൾക്ക് മദ്രസക്ക് പോകാനുണ്ടായതുകൊണ്ട് തന്നെ ഓല് ചോറ് തിന്നിട്ടാണ് പോവുക. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കടിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം അങ്ങനെ കടിയൊന്നും ഉണ്ടാക്കലില്ല. ഇതിപ്പോൾ ചോറ് ഉച്ചയ്ക്ക് വെച്ചതല്ലേ, ഇനി കൊടുക്കും പോകാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ചോറൊന്നും ഓല് വയ്ക്കൂല, ഇനി രാത്രി വയ്ക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഉണ്ടാക്കിയാൽ നമുക്കും തിന്നാലോ എന്ന് വിചാരിച്ച് കണ്ട്. നല്ല മഴയല്ലേ, മഴ ആകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അതാ ഞാൻ ഒന്നും ചൂടാറിയതിന് ശേഷം ഈ പൊടി നന്നായിട്ടാണ് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടാണ് കുഴച്ചെടുത്ത് നോക്കുമ്പോൾ ആ കയ്യുമ്മലൊക്കെ ആകെ ഒട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കുറച്ച് ഓയിൽ അതിക്ക് ഒഴിച്ചു കൊടുത്തുക്കാണ്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യുമ്മലും പാത്രത്തിൽ ഒട്ടിയതൊക്കെ ഒന്നാണ്ട് റെഡിയായി കിട്ടും. ഏത് സമയത്തും മഴ ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ എടുത്തിടുന്ന ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. കാരണം അതിലിപ്പോൾ എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഇരുന്നതാണോ എന്താ എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതാ നല്ല മഴയൊക്കെ തന്നെയായിരുന്നു, എന്നാലും ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഓരോ ഉരുള വെച്ചിട്ടാണ് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ പൊടി വാട്ടിക്കാണ്ട് പ്രസ്സിൽ വെച്ചിട്ടും അമർത്തി എടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ വലിയ തീരെ കട്ടി ഉണ്ടാവില്ല. ഞാൻ കുറച്ച് കട്ടിയും കനമൊക്കെ ഒന്ന് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇലയുടെ ആകുമ്പോൾ കുറച്ച് കട്ടിയും കനമൊക്കെ വേണമല്ലോ. ശർക്കരയും തേങ്ങയും കുഴച്ചത് അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്നാണ്ട് മടക്കി എടുക്കട്ടെ. എല്ലാവരും കൂടി ഔത്തുള്ള ദിവസമാകുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവരും കൂടി ഇരുന്ന് തിന്നുന്നുണ്ട്. അതൊരു രസം വേറെ തന്നെയാണല്ലോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിക്കാണ്ട് അപ്പാപ്പോൾ ഓരോരുത്തർ വന്ന് തിന്ന് പോണ പോലെ അല്ലല്ലോ. എന്നപ്പോൾ എല്ലാവരും അകത്തുണ്ട്. അപ്പോൾ പിന്നെ വേഗം ഉണ്ടാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ മഗ്‌രിബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞേരാണ് ഇത് കഴിക്കലൊക്കെ കേട്ടോ. രാത്രികൾക്ക് ചോറും കുറവായിരുന്നു കേട്ടോ. ചോറ് ഉച്ചക്ക് തീമിട്ട ചോറൊന്നും രാത്രിയൊക്കെ ഉണ്ടായിരുന്നില്ല, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും കൂടി വെച്ചാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും കടി കിട്ടിയാൽ അതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഇലയുടെ നമുക്ക് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കാം, എന്നാൽ പിന്നെ എല്ലാവർക്കും ചോറിന് പകരം അതായല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇതാ ഇഡ്ഡലി പാത്രത്തേക്ക് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവിയിലാണ് വേവിച്ചെടുക്കണത്. ഇതൊക്കെ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കിയത്. നല്ല രസമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാനായിട്ട്. നമ്മൾ എപ്പോഴും ഈ എണ്ണക്കടി ആവുമ്പോൾ അതിലേറൊക്കെ രസം എനിക്ക് ഇങ്ങനത്തെയൊക്കെ ആയിട്ട് ഇഷ്ടം. ഇവിടെ കുട്ടികൾക്കും തന്നെ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാട്ടോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ കടി ആയാൽ മതി. അപ്പം ഇന്ന് രാത്രി ചോറിന് പകരം ഇലയുടെയാണ് കഴിക്കണത്.
ഇത് പിന്നെ ഞാൻ അത്യാവശ്യം കട്ടിയിലും കനത്തിലൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോന്ന് എടുക്കുമ്പോൾ തന്നെ വയറ് നിറയിട്ടാ. അപ്പം നമ്മൾ ഇലയുടെ ഇതാ ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ഓരോന്നായിട്ട് നമ്മൾ പാത്രത്തേക്ക് എടുത്തിടണം. ഞാൻ വലിയ ആളെ മാതിരി ആണ് പോയാണ് എടുത്തു. പക്ഷെ ഭയങ്കര ചൂടേനു. അപ്പം അതിക്ക് തന്നെ ഇട്ടു. ആ സീനൊന്നും ഇപ്പം നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ആവി കുറച്ചാണ് പോയതിന് ശേഷമാണ് ഇപ്പം ഞാൻ അതിൽ നിന്ന് എടുക്കണത് കേട്ടോ. ഫോണും പിടിച്ച് ക്യാമറയും കൊണ്ട് പോയി എൻ്റെ എടുത്തതാണ് കേട്ടോ. അതിൽ കൈ പൊള്ളിക്കാണ്ട് ക്യാമറ ഒക്കെ എവിടെയൊക്കെ പോയി. അപ്പം പിന്നെ ആ ഭാഗങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇതാ ഒരെണ്ണം കൂടി ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടി ആയിക്കിട്ടണ് മൂടി വെച്ച് കണ്ടതാ നമ്മളിനി കഴിക്കാനായിട്ട് പോവാണേ. നല്ല മഴയാണല്ലോ അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തോളി. എല്ലാവർക്കും കൂടിയിരുന്ന് തിന്നുമ്പോൾ അതൊരു രസം വേറെയാണ്. ഇങ്ങനത്തെയൊക്കെ തിന്നുമ്പോൾ ഒരു പഴമയുടെ രുചിയും കൂടി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്